അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും, എങ്കിൽ തന്നെയും ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നോളജ് സിറ്റിയിലേക്ക് ആട് എത്തി എന്ന് പറയുമ്പോൾ ആട് അന്വേഷിച്ച് എന്നൊന്നുമല്ല. പിന്നെ 313 ആടിനെ അറുത്തിട്ട് അവിടെ നേർച്ച കഴിക്കാണ്. പേര് നോമ്പുതുറ. നോമ്പുതുറ ആണ് എങ്കിലും സംഗതി ബദരീങ്ങൾക്കുള്ള നേർച്ച തന്നെയാണ്. അവിടെ ആടറക്കുക. അതൊക്കെ എവിടെ നിന്ന് കിട്ടിക്കൂട്ടരെ ഈ ആശയം? ആരാ നിങ്ങളിത് പഠിപ്പിച്ചത്? നിങ്ങളെക്കാളൊക്കെ എത്രയോ മെച്ചമാണെന്നറിയോ അബൂജഹല്. അബൂജഹലിന് പിന്നെ വിശ്വാസമുണ്ട്. ആകാശം പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയും. ബദർ യുദ്ധത്തിനൊക്കെ വേണ്ടി പോകുമ്പോൾ അബൂജഹൽ റബ്ബിനോടാ ദുആ ചെയ്തത്. നിങ്ങൾ ബദരീങ്ങളോടാ പ്രാർത്ഥിക്കുന്നത്. ആ ബദരീങ്ങളെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ബദരീങ്ങളെ ഹക്കും ജാഹും ബർക്കത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. ഭക്ഷണം കൊടുക്കണം, നോമ്പ് തുറപ്പിക്കണം, അതൊക്കെ പുണ്യം തന്നെയാണ്. പക്ഷേ 313 ആടിനെ അറുത്തിട്ട് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം അള്ളാഹു അത് കർശനമായി നിരോധിച്ച കാര്യമാണ്. അങ്ങനെ ഉളിഹിയത്ത് പോലും അറക്കാത്ത പല ആൾക്കാരുണ്ട്. അവരടക്കം ബദരീങ്ങൾക്ക് വേണ്ടി പോത്ത് മേടിച്ച് അറക്കുകയാണ്. ഇതൊക്കെ നോക്കി നിങ്ങൾ. ഇതുപോലെ മതപുരോഹിതന്മാരുണ്ട്. ഇങ്ങനെ നോളജ് സിറ്റിക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, അത് പിന്നെ ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ആളാണ് ആര്? കാന്തപുരത്തിന്റെ മകൻ. അപ്പൊ ഈ എല്ലാ തോന്നിവാസവും ഇതേപോലെ നടത്താൻ വേണ്ടി ഒരു കേന്ദ്രം പടുത്തുയർത്തിയിട്ടുണ്ട് താനും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. ഇവർ വിശ്വാസ വൈകല്യമുള്ളവരാ. അവർ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക, ബദരീങ്ങൾക്ക് വേണ്ടി ബലി കൊടുക്കുക, ആ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പരിശുദ്ധമായ റമളാൻ നമ്മൾ എടുക്കുന്ന വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് നമ്മൾ എടുക്കുന്ന നോമ്പ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട് വേണം. നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിൽ പോയി തല പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഊരാൻ കിട്ടൂല. അങ്ങനെയൊക്കെ ഊരാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറെ പ്രയാസമാണ്. കാരണം വെച്ചാൽ അവിടെ പോയാൽ ശരിക്കും തിന്നാം. അവിടെ ആ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ തിന്നാൻ ഇഷ്ടംപോലെ കിട്ടും. ഓരോ ഉപ്പാപ്പന്മാരെ ആണ്ടുകൾ ഇങ്ങനെ ഓരോ മാസം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇവർക്കിങ്ങനെ ഫുഡ് അടിക്കുകയും ചെയ്യുക, ജനങ്ങളെ തിന്മയിലേക്ക് ക്ഷണിക്കുക, ജനങ്ങളെ പിന്നെ ഷിർക്കിലേക്ക് നയിക്കുക, അനാചാരങ്ങളിലേക്ക് നയിക്കുക. ഇങ്ങനെ കുറേ മതപുരോഹിതന്മാരുണ്ട്. ഇവരെ കൊണ്ട് സമൂഹത്തിന് ഒരു ഹൈറുമില്ല, ഒരു നന്മല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹു റസൂൽ ബദർ കഴിഞ്ഞിട്ട് എത്ര വർഷം ജീവിച്ചു? ഒരു ആട്ടിൻകുട്ടിനെ അറുത്തിട്ട് ഒരു ഉറൂസ് കഴിച്ചോ, ഒരു നേർച്ച കഴിച്ചോ, ഒരു മാല പാടിയോ, ഒരു ബെയ്ത്ത് ചൊല്ലിയോ, എന്തേലും ചൊല്ലിയോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇവരെക്കാൾ എത്രയോ മെച്ചമാണ് വിശ്വാസ രംഗത്ത് അബൂജഹലിനുള്ളത്. അബൂജഹൽ യുദ്ധത്തിന് പോകുമ്പോൾ ലാത്തയോട് വിളിച്ച് പ്രാർത്ഥിച്ചില്ല, മനാത്തയോട് വിളിച്ച് പ്രാർത്ഥിച്ചില്ല, വിഗ്രഹത്തിനോടൊന്നും പറഞ്ഞില്ല. അള്ളാഹിനോട് പറഞ്ഞു റബ്ബെ സഹായിക്കണം എന്ന്. അബൂജഹൽ റബ്ബിനോട് ദുആ ചെയ്യാം, പ്രവാചകന് റബ്ബിനോട് ദുആ ചെയ്യാം. ഇവർ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുക. ഇവരെക്കാൾ എത്ര മെച്ചമാണ് അബൂജഹൽ എന്ന് ആലോചിച്ച് പോവുകയാണ്. കാരണം നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്ക്. നമ്മുടെ നോമ്പ് പിന്നെ ഇങ്ങനെ ബദരീങ്ങൾക്ക് വേണ്ടിയുള്ള അർത്ഥ ഭക്ഷണം കഴിച്ചിട്ട് നോമ്പ് മുറിക്കേണ്ടതാണോ? അല്ലല്ലോ. ഹലാലായ ഭക്ഷണം കഴിക്കണ്ടേ? കാരണം ഇവർ വിശ്വാസം വൈകല്യമുള്ളവരാണ്. വിശ്വാസമില്ലാത്തവന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കൂല. നിങ്ങൾ നോമ്പ് തുറയല്ല, നിങ്ങൾ എന്ത് സംഘടിപ്പിച്ചാലും ശരി. കാരണം നിങ്ങൾക്ക് വിശ്വാസ വൈകല്യമുണ്ടേ. നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാ നിങ്ങൾ. അള്ളാഹു അല്ലാത്തവർക്ക് ബലി കൊടുക്കുന്നവരാ നിങ്ങൾ. അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്യുന്നവരാ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസ വൈകല്യമുണ്ട്. വിശ്വാസമില്ലാത്തവന്റെ ആരാധന, ഇബാദത്ത്, ഒരു പുണ്യകർമ്മം പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് എന്ത് തോന്നിവാസം എന്നറിയില്ല. ഇസ്ലാമിന്റെ മേത്തൊന്നും വരവ് വെക്കണ്ട. കാരണം സ്വഹാബത്ത് ഷിർക്കിനെതിരെ ശക്തമായി പോരാടിയതാണ്. അതിനുവേണ്ടിയാണ് ബദർ യുദ്ധം തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഭാഗത്ത് 1000-ഓളം വരുന്ന ശത്രുക്കൾ, ഒരു ഭാഗത്ത് വളരെ തുച്ഛമായ സ്വഹാബത്ത്. എന്തിനു വേണ്ടിയായിരുന്നു അവര് എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം ചെയ്തത്? എന്തിനായിരുന്നു ആ പോരാട്ടം ഉണ്ടായത്? ഷിർക്കിനെതിരെ ശക്തമായ പോരാട്ടമാണ്. ആ ഷിർക്കിനെതിരെ ശക്തമായി പോരാടിയ ബദരീങ്ങളെ വെച്ചിട്ടാണ് ഇവര് തിന്നുന്നത്. ഈ ആടറുത്തിട്ട് അവിടെ ആട്ടുചന്ത കാണിച്ചിട്ട് ആടുകളൊക്കെ വന്ന് അവിടെയൊക്കെ 310 ആടിനെ കൊണ്ടുവന്ന് അറുത്ത്, എന്നിട്ട് അതേപോലെ തന്നെ ബദർ ദിനത്തിന് അന്ന് ദിവസം തിരഞ്ഞെടുത്തിട്ട് സാധുക്കളായ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. അതിന് നോമ്പ് തുറാന്നും പറഞ്ഞിട്ട്. നിങ്ങൾ ഓരോരുത്തർ ആലോചിക്ക്. അവിടെ തല കൊണ്ട് പടയം വെച്ചിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. സത്യം കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കി. ഇതൊരു വ്യക്തി വൈരാഗ്യമല്ല. ഇത് നമ്മളോട് കാന്തപുരത്തിന്റെ മകനോടോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരോടോ, മതപുരോഹിതന്മാർ ആരോടും ഒരാളോട് നമുക്ക് വ്യക്തി വൈരാഗ്യം നമുക്കില്ല. പക്ഷേ അള്ളാഹുവിന്റെ ദീനിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് ആര്? മതപണ്ഡിതന്മാര്. പ്രവാചകന്മാരുടെ അന്തരവകാശികൾ എന്ന് അവകാശപ്പെടുന്ന മതപുരോഹിതന്മാര് അവരുടെ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇത്രയും ആടിനറക്കുന്നത് എന്തിനാ? ബദരീങ്ങളെ പൊരുത്തം കിട്ടാനാ, ബദരീങ്ങളെ ഹക്കും ജാഹും ബർക്കത്തും കിട്ടാനാ, ബദരീങ്ങളെ കാവല് കിട്ടാൻ വേണ്ടിയാണ്.
എന്നിട്ട് പറയുക ഞങ്ങൾ അള്ളാന്റെ പേര് പറഞ്ഞിട്ടുള്ള അറക്കണം. അറുക്കുമ്പോൾ അള്ളാന്റെ പേര് പറഞ്ഞിട്ട് തന്നെ അറുക്കുകയാണെങ്കിലും നിങ്ങളുടെ നെയ്യത്ത് നോക്ക് എന്താണ്. ആ ഭക്ഷണം കഴിച്ച ചിലവര് ആ ബദരീങ്ങൾ ആണ്ടിനന്ന് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചെന്ന രോഗത്തിന് ശിഫ കിട്ടും എന്ന് വരെ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. ആ ഒരു പിടി ചോറ് കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിച്ച രോഗം മാറും, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് എൻ്റെ പ്രയാസം മാറും, എൻ്റെ കഷ്ടപ്പാട് മാറും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട്. അതൊക്കെ ഈ വലയിൽ പെട്ടതാണ്. ഇങ്ങനെയുള്ള പിന്നെ നെയ്ച്ചോറും ബിരിയാണിയും കൊടുത്തിട്ട് സാധുക്കളായ ജനങ്ങളെ ഇബാദത്ത് പൊളിച്ചു കളയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ ജാഗ്രത പാലിക്കണം. ഇതുപോലെയുള്ള മതപുരോഹിതന്മാർ പലരുടെ പേരിലും അറുത്ത് ഭക്ഷണം തന്ന് നിങ്ങളെ ഇബാദത്ത് പൊളിച്ചു കളയും. ഹലാലല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടൂല. അത് കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണം കൊണ്ട് വേണം നോമ്പ് തുറക്കാൻ. അല്ലാതെ ഇതേപോലെ മരിച്ചവർക്ക് വേണ്ടി ബലി കൊടുക്കുക, മരിച്ചവരോട് കാര്യങ്ങൾ പറയുക, പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മരിച്ചവരോട് ആവലാതി ബോധിപ്പിക്കുക, എന്നിട്ട് അവര് കാക്കും, അവര് പ്രശ്നം മാറ്റും, അവര് മഴ പെയ്യിപ്പിക്കും, അവരെന്റെ ബുദ്ധിമുട്ട് അവരെന്നെ കാണുന്നുണ്ട്, എൻ്റെ മനസ്സ് കാണും, എൻ്റെ പ്രശ്നങ്ങൾ ഇടപെടും എന്നൊക്കെയുള്ള വിശ്വാസം ഉണ്ടല്ലോ. ഈ വിശ്വാസ വൈകല്യമാണ് നരകത്തിലേക്ക് ക്ഷണിക്കുന്നത്. അല്ലാതെ ഒരാളോടും വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ ജാഗ്രത പാലിച്ചോളി. നമ്മുടെ അമല് എന്ത് ചെയ്യണ്ട, പൊളിച്ച് കളയണ്ട. കാരണം അള്ളാഹിന് വേണ്ടി എടുക്കുന്ന ഓരോ നന്മകളെ ഇവർക്ക് ഇസ്ലാം പഠിപ്പിച്ചത് തന്നെ ചെയ്യാൻ ഇവർക്ക് ഇവർക്ക് ആ താല്പര്യമല്ല. ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് വല്ലാത്ത ഒരു ജാഗ്രതയും വല്ലാത്ത ബേജാറാണ്. അത് കൃത്യമായി ചെയ്യുന്നത് ഇതിനാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. ഇതുപോലെ മഹദി ഷെയ്ഖിന്റെ ആണ്ടാണെങ്കിലും റിഫാൻ ഷെയ്ഖിന്റെ ആണ്ടാണെങ്കിലും ഓരോ ഉപ്പാപ്പന്മാരും ആ വെച്ച് ഇവർക്ക് മാസം തിന്നാൻ കിട്ടണം. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവർ മരിച്ചു പോയവരെ വെച്ചിട്ട് തിന്നുക, അതാണ് ഉദ്ദേശം. ഇപ്പോൾ നോളജ് സിറ്റി അവിടെ പിന്നെ പടുത്തുയർത്തിയിട്ടുണ്ട്. എല്ലാ തോന്നിവാസത്തിനും ഇപ്പം ഒരു കേന്ദ്രമാണത്. എല്ലാം അവിടെ ചെന്നിട്ട് അവസാനിക്കാം. എല്ലാവരും അവിടെ പോവുകയാണ്. തിരുകേശത്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ഇതിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ഓരോ നേർച്ചകളും എല്ലാ തോന്നിവാസം അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ സാധുക്കളായ ജനങ്ങൾ പലരും അതിൽ ചെന്ന് പെട്ടുപോകുന്നുണ്ട്. അത് ആദ്യം തന്നെ തല പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ പിന്തിരിപ്പിക്കാൻ കുറച്ച് പണിയാണ്. കാരണം ഇവർ കാക്കക്കാർത്തന്മാരുടെ പാന്താവരുടെ പോകുന്നവരാ. അള്ളാഹു റസൂലും പഠിപ്പിച്ച മാർഗത്തിലൂടെ പോണില്ല. അങ്ങനെയാണ് ഈ ബലി കൊടുക്കൂലല്ലോ. ഈ 313 ആടിന് ബലി കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ അള്ളാഹു റസൂലും പഠിപ്പിച്ച മാർഗത്തിൽ കൂടിയാണ് ഇവരിപ്പം അങ്ങനെ ചെയ്യൂലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് സത്യം പഠിക്കുക, മനസ്സിലാക്കുക, വിശ്വാസികൾ ജാഗ്രത പാലിക്കുക. ഇങ്ങനെ മുസ്ലിയാക്കന്മാർ കാണിക്കുന്ന കുതന്ത്രത്തിലൊന്നും പെട്ടുപോകാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 313 ആടുകളെ വെച്ചിട്ട് 25,000 ആളുകൾക്കുള്ള മന്തിയാണ് കേട്ടോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഉള്ളത് മർക്കസ് നോളജ് സിറ്റിന്റെ ഇഫ്താറിന്റെ കിച്ചണിലാണുള്ളത്. അപ്പൊ 25,000 ആളുകൾ പങ്കെടുക്കുന്ന ഗ്രാൻഡ് മുഫ്തിയുടെ ഗ്രാൻഡ് ഇഫ്താർ ഇന്ന് നോളജ് സിറ്റിയിൽ വെച്ച് നടക്കുകയാണ്. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സോ നിങ്ങളെ ഫാമിലിയിൽപ്പെട്ട ആളുകളൊക്കെ നിങ്ങളെ കൂട്ടിയിട്ട് മർക്കസ് നോളജ് സിറ്റിയിൽ നോമ്പ് തുറക്കാൻ വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും. അതുപോലെ ഇത്രയും വലിയൊരു നോമ്പുറയുടെ ഭാഗമാകാനും നിങ്ങൾക്ക് പറ്റും. മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിഉൽ ഫുത്തൂഹിൽ വെച്ച് നടക്കുന്ന ബദർ ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഗ്രാൻഡ് ഇഫ്താർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുകയാണ്.